ഹല്ലേലൂയ. ഗോഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവനാകുന്നു. നിശ്ചയം ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ഓൾ ദ ടൈം ഗോഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവനാണ്, എപ്പോഴും നല്ലവനാണ്. ഈ ദിവസവും നമുക്ക് നല്ലവനാണ്. ഒരു ആഴ്ചയുടെ സമാപന ദിവസത്തിലേക്ക് നാം കടന്നു വരികയാണ്. ഒരു പക്ഷേ നിങ്ങൾ മറ്റൊരു സമയത്താകാം ഇത് കണ്ടതെങ്കിലും ഓരോ നിമിഷം തോറും ദൈവം നല്ലവനാണ് എന്ന് നാം ഉറച്ചു വിശ്വസിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ അത് വിശ്വസിക്കുന്നത് അധരത്തിലൂടെ നമ്മുടെ കൺഫെഷനായി, നമ്മുടെ പ്രഖ്യാപനമായി മാറ്റുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. മറ്റൊരു ദിവസം കൂടെ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കീഴിലായി മരുഭൂമിയിൽ ഇസ്രായേൽ മക്കളെ ദൈവം നടത്തിയപ്പോൾ അവരുടെ മീതെ ദൈവം മേഘസ്തംഭമായി, അഗ്നിസ്തംഭമായി ഇറങ്ങി വന്നതുപോലെ ഇന്ന് പകൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ തേജസ്സിൻ്റെ കീഴിൽ ഈ ഇരുൾ നിറഞ്ഞ ലോകത്തിൽ നമുക്കായിരിക്കാൻ ദൈവം ഭാഗ്യം നൽകി. ദൈവം നമുക്ക് കൃപ നൽകി. ദൈവം ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിപ്പാൻ, നമ്മോട് ഇടപെടുവാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. നമ്മൾ ദൈവത്തിൻ്റെ വചനം, വി നീഡ് ടു റിസീവ് ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നവരായി മാറണം. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തെ നാം അലക്ഷ്യമായി കരുതുകയല്ല, ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ സ്വീകരിച്ച് ആ വചനത്തെ നമ്മൾ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ അത് ഏറ്റെടുത്ത് അത് വിശ്വസിച്ച്, ആമേൻ, ഇറ്റ്സ് ഇൻഫോളിബിൾ, അത് യാതൊരു തരത്തിലും കുറവുകളുള്ളതല്ല, ഇറ്റ്സ് ഇന്നറൻറ്റ്, അത് തെറ്റുപറ്റാത്തതാണ് എന്നൊക്കെ ഉറപ്പിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ഇന്ന് ദൈവം നമ്മൾക്ക് ഇടയാക്കട്ടെ. 7-ാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും ദൈവസന്നിധിയിൽ ഓർക്കുവാനും മെഡിറ്റേറ്റ് ചെയ്യുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമുക്ക് അവസരം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളായി നമുക്ക് ആദ്യത്തെ 6 സങ്കീർത്തനങ്ങൾ, ദ ഹിംനൽ ബുക്ക് ഓഫ് ഗോഡ് എന്ന് വിളിക്കുന്ന സങ്കീർത്തനത്തിൽ വേദപുസ്തകത്തിൻ്റെ മധ്യഭാഗത്ത് നമുക്ക് വളരെ ഈസിയായി ആക്സസിബിളായ, മറ്റു പുസ്തകങ്ങൾ നമ്മൾ ചിലപ്പോൾ അപരിചിതമായ നിലയിൽ നമ്മൾ അത് കണ്ടെത്തുവാൻ സമയം ആവശ്യമായി വരുമ്പോൾ നടുവിലായി കാണുന്ന സങ്കീർത്തനം വേഗത്തിൽ നമുക്ക് കടന്നു ചെല്ലുവാൻ ദൈവം ഒരുക്കി വെച്ച ദൈവത്തിൻ്റെ സംവിധാനമാണ്, ദൈവത്തിൻ്റെ പ്ലാനാണ്. അത് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഒരു ചിന്തയായി, അത് നിരന്തരമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവിക ചിന്തയായി മാറുവാൻ സ്വർഗം നിങ്ങൾക്ക് ഇടയാക്കട്ടെ. ആമേൻ. ഈ കഴിഞ്ഞ 6 സങ്കീർത്തനങ്ങളുടെയും നമ്മുടെ ശുശ്രൂഷകളുടെ, ധ്യാനങ്ങളുടെ, പ്രാർത്ഥനകളുടെ, വചനത്തിൻ്റെയൊക്കെ ഭാഗങ്ങൾ നമുക്ക് എബനേസർ ഫെലോഷിപ്പിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. തുടർച്ചയായി ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കാം. എല്ലാ സാറ്റർഡേ ഈവനിങ്ങിലും ഇന്ത്യൻ ടൈം 7:30 ഇത് റിലീസ് ചെയ്യുന്നു. അടുത്ത ദിവസം സൺഡേ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 11 to 12 AM ആ സമയത്ത് നമുക്ക് ചർച്ചിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതായ വർഷിപ്പ് സർവീസിലെ വചന ശുശ്രൂഷയും കേൾക്കുവാൻ കഴിയും. കർത്താവ് നിങ്ങളെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. ദീർഘമായ ഒരു സങ്കീർത്തനമാണ് 7-ാമത്തെ സങ്കീർത്തനം. ഇറ്റ്സ് എ ലോങ് ചാപ്റ്റർ, ഇറ്റ്സ് എ ലോങ് സാം. ഏതാണ്ട് 17 വാക്യങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ ഇതിൻ്റെ കൺക്ലൂഷനായ വാക്യത്തിൽ നിന്ന് ഒരു ആത്മീക ചിന്ത പറഞ്ഞ് ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി, വചനത്തിൻ്റെ നിറവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. സാംസ് നമ്പർ 7 വേഴ്സ് 17, 7-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാം വാക്യം ഞാനിവിടെ വായിക്കുന്നു. ഞാൻ യഹോവയെ, ആമേൻ, അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കുന്നു. അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. I will praise the Lord according to his righteousness. അവൻ്റെ നീതിക്ക് തക്കവണ്ണം. ആ വചനത്തിൻ്റെ തുടക്കത്തിലൊരു വാക്ക് ഞാൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ടു മച്ച് സെൽഫിഷ്നെസ് അല്ല. ഞാൻ എന്നുള്ളത് വേദപുസ്തകം ഒരുപാട് അനുവദിക്കുന്ന വാക്കല്ല. പക്ഷേ മറ്റാരും യഹോവയെ സ്തുതിച്ചില്ലെങ്കിലും, എനിക്ക് ചുറ്റുമുള്ള ആരും, ഒരു പക്ഷേ എൻ്റെ അടുത്തുള്ള ആരും, ഈ വചനം കേൾക്കുന്ന ആരും
യഹോവയെ സ്തുതിക്കുന്നില്ലെങ്കിലും ഐ വിൽ വർഷിപ്പ് ഹിം, ഐ വിൽ പ്രൈസ് ഹിം, ഐ വിൽ താങ്ക് ഹിം. അതൊരു നിശ്ചയദാർഢ്യമാണ്. ദാറ്റ്സ് എ കമ്മിറ്റ്മെൻറ്റ്. അതൊരു വലിയ കമ്മിറ്റ്മെൻറ്റാണ്. മറ്റാരും ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. കാരണം സ്തുതിക്ക് യോഗ്യനാണ് നമ്മുടെ ദൈവം. ഹി ഈസ് ഗുഡ്, ഹി ഈസ് ആൻ അൺചേഞ്ചിങ് ഗോഡ്. നമ്മുടെ ദൈവം നല്ലവനാണ്. നമ്മുടെ ദൈവം മാറാത്ത ദൈവമാണ്. ഇന്നലെ കാണുന്ന അതേ ദൈവത്തെ തന്നെ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഹീബ്രൂസിൽ എഴുതിയിരിക്കുന്നത്, ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം. യേശു ക്രിസ്തു അനന്യനാകുന്നു, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ നിങ്ങളുടെ അധരങ്ങൾ തുറന്നാൽ, സ്തുതി നിങ്ങളുടെ സാഹചര്യങ്ങളുടെ മേൽ ഇടപെട്ട് അതിനെ നേരിടുവാനുള്ള ദൈവകൃപ നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ ആ സ്രോതസ്സിനെ നിങ്ങളിലേക്ക് ഇറക്കി വരുന്ന ഒരിടമായി മാറ്റും. വെൻ യു പ്രൈസ് ഗോഡ്, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത്, ആമേൻ, ദാറ്റ്സ് എ പ്ലാറ്റ്ഫോം വെയർ ഗോഡ് ക്യാൻ മാനിഫെസ്റ്റ് ഹിസ് പവർ ഇൻ യുവർ ലൈഫ്. നിങ്ങളൊരു ദൈവത്തെ സ്തുതിക്കുന്നയാളാണെങ്കിൽ നിശ്ചയമായിട്ടും, ആമേൻ, അനേക ഭക്തന്മാരുടെ സാക്ഷ്യത്തോടു കൂടെയും വചനം തരുന്ന ഉറപ്പോടുകൂടെയും പറയാം, ഗോഡ് വിൽ ടേക്ക് ദാറ്റ് ആസ് എ പ്ലാറ്റ്ഫോം ടു മാനിഫെസ്റ്റ് ഹിസ് പവർ. ദൈവത്തിൻ്റെ ശക്തിയെ പ്രദർശിപ്പിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി ആ സ്തുതിയെ മാറ്റും. ദാവീദ് എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നത് തനിക്ക് ലഭിച്ച ദൈവത്തെക്കുറിച്ചുള്ള നോളജിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ആമേൻ, അത് കേവലം ഹെഡ് നോളജ് അല്ല. വേദപുസ്തകത്തിൽ ദൈവത്തെ അറിയുന്നതൊക്കെ ഒരു റെവലേഷനിലൂടെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമുക്ക് പ്രകാശനം നൽകുന്നതിലൂടെയാണ്. ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാൻ കഴിയുന്ന ദൈവമക്കൾക്ക് ആ ദൈവത്തിൻ്റെ സ്വഭാവത്തെയും തിരിച്ചറിയാൻ കഴിയും. ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുന്ന ദൈവത്തിൻ്റെ ആ ക്യാരക്ടർ, ഗോഡ്സ് നേച്ചർ, ദൈവത്തിൻ്റെ ആ സ്വഭാവമാണ് ദൈവത്തെ സ്തുതിക്കുന്ന ആ വിഷയത്തിൽ നമ്മളെ പ്രാപ്തരാക്കുന്നത്, നമ്മളെ ശക്തീകരിക്കുന്നത്. പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. ഈ 7-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദിന് ചുറ്റും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്ത നിലയിൽ ശത്രുക്കൾ വർദ്ധിച്ചിരിക്കുകയാണ്, പ്രശ്നങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹി വാസ് ഗോയിങ് ത്രൂ ഗ്രേറ്റ് പ്രോബ്ലംസ്. വലിയ പ്രശ്നങ്ങളിലൂടെ താൻ കടന്നു പോകുന്ന ഒരു സങ്കീർത്തനമാണ് 7-ാമത്തെ സങ്കീർത്തനം. പക്ഷേ ഈ 7-ാമത്തെ സങ്കീർത്തനത്തിൽ താൻ ദൈവത്തെ സ്തുതിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ ബ്ലൈൻഡ് പ്രൈസ്. അതൊരു ബ്ലൈൻഡായിട്ടുള്ള ഏതെങ്കിലും ഒരു റിച്വലായിട്ടുള്ളതായ ഒരു ചാൻഡിങ് അല്ലത്. ദൈവത്തിൻ്റെ സ്വഭാവത്തെ ഒരു ദൈവ മനുഷ്യൻ തിരിച്ചറിയുമ്പോൾ ആ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം എൻ്റെ പ്രശ്നങ്ങളുടെ മേൽ ഇടപെടുവാൻ പോകുന്നത് എന്ന ഉറപ്പ് ലഭിക്കുമ്പോഴാണ് ദാറ്റ് വിൽ ഇൻക്രീസ്, enlarge our confidence level. That will help us to praise the Lord even though we are going through the troubled path. പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നമുക്കതിന്മേൽ സ്തുതി പറയാൻ കഴിയും. വേഴ്സ് 17 ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഞാൻ യഹോവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം. സോ ഇന്ന് ഈ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ഒരു അട്രിബ്യൂട്ടിനെയാണ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അവർ ഗോഡ് ഈസ് എ റൈറ്റ് ഗോഡ്. അവർ ഗോഡ് ഈസ് എ റൈച്ചസ് ഗോഡ്. നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ്. ഗോഡ് ഈസ് റൈച്ചസ്. ദർ ഈസ് നോ അൺറൈച്ചസ്നെസ് ഇൻ ഹിം. ഒരു അനീതിയുമില്ലാത്ത ഒരു ദൈവത്തെയാണ്. ഈസ് ഓൾവേസ് റൈറ്റ്. ദൈവം എപ്പോഴും ശരിയാണ്. ദൈവം എപ്പോഴും നീതിമാനായ ദൈവമാണ്. ആ നീതിയുടെ അടിസ്ഥാനത്തിലാണ് ഗോഡ്സ് റൈച്ചസ്നെസ്. ആമേൻ. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ നീതി എന്ന വിഷയത്തിലെ അടിസ്ഥാനത്തിലാണ്. ബൈബിളിൽ ഒരുപാടിടങ്ങളിൽ നീതി എന്ന വിഷയത്തെക്കുറിച്ച് കാണാൻ കഴിയും. നിങ്ങളൊരു ബൈബിൾ സ്റ്റുഡൻ്റ് ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇഫ് യു ഹാവ് എ കൺകോർഡൻസ് ബൈബിൾ, go to that place, righteousness, the attributes of God, go to that place. അവിടെ നിങ്ങൾ കടന്നു ചെന്ന് ആ വചനത്തിൽ നീതി, റൈച്ചസ്നെസ്
എന്ന് കാണുന്ന ഇടങ്ങൾ നിങ്ങളൊന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിങ്ങളോട് ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. സോ ഗോഡ് ഈസ് എ റൈറ്റ് ഗോഡ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കണ്ണുകൾ മനുഷ്യൻ്റെ നേരെ നോക്കിയപ്പോൾ കണ്ടെത്തിയ ദൈവത്തിൻ്റെ ഒരു കണ്ടെത്തലിനെ കുറിച്ച് റോമൻസിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. റോമാലേഖനം 10-ാം അധ്യായത്തിലേക്ക് റോമാലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 9-ാമത്തെ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. റോമൻസ് ചാപ്റ്റർ 3 വേഴ്സ് 10 റോമാലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വചനം ഞാനിവിടെ വായിക്കാം. ആ വചനം ഇങ്ങനെയാണ്: There is none righteous, no, not one. നീതിമാൻ ആരുമില്ല. ഇത് ദൈവത്തിൻ്റെ പ്രഖ്യാപനമാണ്, മനുഷ്യൻ പറയുന്നതല്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിലൂടെ ദൈവം നോക്കിയപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ തൻ്റെ നീതിയെ വെളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മുടെ കർത്താവിൻ്റെ കാലത്തിൻ്റെ ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഈ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ ഒന്നായ റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഗോഡ് ഈസ് ഡിക്ലയറിങ്, ദൈവം പ്രഖ്യാപിക്കുകയാണ്, there is no one, there is none righteous, no, not one. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ആമേൻ. ആ നീതി കെട്ട മനുഷ്യർക്ക് ദൈവം വെച്ചിരിക്കുന്നതായ അതിൻ്റെ അന്തമെന്ന് പറയുന്നത് നിത്യ നരകമാണ്. ദൈവത്തിൻ്റെ നീതിയുടെ കണ്ണുകളിലൂടെ ദൈവം നമ്മെ നോക്കുമ്പോൾ വ്യക്തിപരമായി ഇന്ന് പകൽക്കാലം ദൈവം പറയുന്ന ആ വാക്കുകൾ ശ്രദ്ധിച്ചോണം. There is none righteous, no, not one. ഒരുത്തൻ പോലും ഇല്ല എന്ന് ദൈവം പ്രഖ്യാപിച്ചു. എന്നാൽ ദൈവത്തിന് ആ പ്രഖ്യാപനത്തിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിക്കണം. ബിക്കോസ് അവർ ഗോഡ് ഈസ് എ റെഡീമിങ് ഗോഡ്. നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. എന്നും നീതികെട്ടവരായി നരകത്തിൽ പോകാൻ വിളിക്കപ്പെട്ടവരല്ല മനുഷ്യർ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം, ദൈവം നരകത്തെ നിർമ്മിച്ചിരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത് അത് മനുഷ്യന് വേണ്ടിയല്ല, പിശാചിന് വേണ്ടിയാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ നീതിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ദൈവത്തിൻ്റെ വഴികളെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അപ്പോൾ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന വചനം പറയുകയാണ്. അതുകൊണ്ട് നീതിമാൻ ആരുമില്ലാത്തത് കൊണ്ട് മനുഷ്യൻ ആമേൻ ഒരു കാര്യം ചെയ്തു. അവൻ്റെ സ്വയനീതിയിൽ, സെൽഫ് റൈറ്റ്യസ്നെസ്, അവൻ തന്നെ തന്നെ വിലയിരുത്തുകയാണ്. ഐ എം ഗുഡ്, ഐ എം ഫൈൻ, ഐ എം എ റൈറ്റ് പേഴ്സൺ. ആമേൻ. അവൻ്റെ റൈറ്റ്യസ്നെസ്സിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച്, അതിൻ്റെ മൂല്യം വെച്ച് ആ മനുഷ്യൻ നീതിയെ അളന്നുകൊണ്ടിരിക്കുകയാണ്. റോമൻസിൻ്റെ തന്നെ 10-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ. So that is the ultimate righteousness, the righteousness of God. ദൈവത്തിൻ്റെ നീതിയുടെ നിലവാരം, ദൈവത്തിൻ്റെ നീതിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് നമ്മൾ നീതിയെ അളക്കേണ്ടത്. ദാറ്റ് ഈസ് ദ ക്രൈറ്റീരിയൻ, that is the standard, not the righteousness of church leader or human beings. മറ്റൊരു മനുഷ്യൻ്റെയോ ആൾ ദൈവങ്ങളുടെയോ അല്ല. We need to assess, evaluate our righteousness on the basis of God's righteousness, ദൈവത്തിൻ്റെ നീതിയുടെ അടിസ്ഥാനത്തിൽ. So verse 3 says, അവർ ദൈവത്തിൻ്റെ നീതിയെ അറിയാതെ. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് ഈ ശുശ്രൂഷ തീരും മുമ്പേ ദൈവത്തിൻ്റെ നീതിയെ നമ്മൾ തിരിച്ചറിയണം. ആ വാചകം ഇങ്ങനെയാണ്: അവർ ദൈവത്തിൻ്റെ നീതിയെ അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ, സെൽഫ് റൈറ്റ്യസ്നെസ്, മനുഷ്യർ സ്വയം നീതീകരിക്കുകയാണ്. They try to be self-righteous. They say that I am good, I am better than that person, I am better than this person. ഈ മനുഷ്യനേക്കാൾ ആ മനുഷ്യനേക്കാൾ ഞാൻ നല്ലതാണെന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ലോജിക്കും റീസണിങ്ങും സ്റ്റാൻഡേർഡും അനുസരിച്ച് ചെയ്യുമ്പോൾ ദൈവം പറയുകയാണ്, അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ
സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് അവർ കീഴ്പ്പെട്ടില്ല. സോ ഇന്ന് പകൽക്കാലം ആരുമില്ല നീതിമാൻ എന്ന് ദൈവം പ്രഖ്യാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിയുടെ ഒരു വഴിയെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചു. എന്താണ് ആ നീതിയുടെ വഴി? 2 കൊരിന്ത്യൻസ് 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 21. ആ വചനം എങ്ങനെയാണ്? പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ആ വചനം അങ്ങനെയാണ് പറയുന്നത്. നാം അവനിൽ എന്നവിടെ ഉപയോഗിക്കുന്നത് യേശു ക്രിസ്തുവിൽ നമ്മുടെ പാപങ്ങളെ, നമ്മുടെ നീതികേടിനെ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന് അവിടുത്തെ അടിപ്പിണരുകളാൽ നമ്മുടെ ആത്മീക വിഷയങ്ങൾക്കും ശാരീരിക വിഷയങ്ങൾക്കും സൗഖ്യം നൽകുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാൽവറി ക്രൂശിലാണ്. കാൽവറിയിൽ അവനെ, ആമേൻ. ആ വചനത്തിൻ്റെ തൊട്ടു മുമ്പ് 2 കൊരിന്ത്യൻസ് 5-ാം അധ്യായത്തിൻ്റെ 20-ാം വചനം കൂടെ ഞാനിവിടെ വായിക്കുന്നു. ആകയാൽ ഞങ്ങൾ അഥവാ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം അവൻ മുഖാന്തരം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. അടുത്തതാണ് പാപമറിയാത്തവനെ, ആമേൻ, ക്രിസ്തുവിൽ നാം ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്, നാം ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി ദൈവം പാപമാക്കി. വാത്സല്യ ദൈവമക്കളെ, ഈ വചനത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഇന്ന് പകൽക്കാലം ലളിതമായി അത് ഏറ്റെടുക്കുകയോ അത് നിങ്ങൾ വളരെ ലാഘവത്തോടു കൂടെ ഈസിയായിട്ട് അതിനെ കാണുകയോ ചെയ്യരുത്. പാപമറിയാത്ത, പാപമില്ലാത്തതായ ദൈവത്തിൻ്റെ ഏകജാതനായ വിശുദ്ധനായ കുമാരനെ ഈ പാപം നിറഞ്ഞതായ ലോകത്തിലേക്ക് ദൈവം അയച്ചു എന്ന് പറയുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തെ രുചിച്ചറിയുവാനും തിരിച്ചറിയുവാനും ദൈവം നിങ്ങൾക്ക് കൃപ നൽകണം. ആമേൻ. ദൈവത്തോടുള്ള സമത്വം, വിശുദ്ധിയുടെ സമത്വം മുറുകെ പിടിക്കാതെ ഈ പാപം നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞതായ ഈ പാപലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന ദൈവിക പ്രഖ്യാപനത്തെ ഏറ്റെടുത്തുകൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയാകേണ്ടതിന് വേണ്ടി, ആമേൻ, ടു മേക്ക് us righteous, to create us righteous before God. ആമേൻ. ദൈവം ഒരിക്കൽ ഡിക്ലെയർ ചെയ്തു, there is none righteous, no, not even one എന്ന് പറഞ്ഞിടത്ത് ദൈവത്തിൻ്റെ നീതിയെ ഏറ്റെടുത്ത് കാൽവറിയിൽ പാപമറിയാത്ത കർത്താവ് പാപമായി തീർന്നു. പാപം ചെയ്തുവെന്നല്ല, പാപത്തെ, അവർ അൺറൈറ്റ്യസ്നെസ് വാസ് ഇംപ്യൂട്ടഡ് അപ്പോൺ ജീസസ്. കർത്താവിൽ അത് ദൈവം ഇംപ്യൂട്ട് ചെയ്ത് കർത്താവ് നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടതിനാൽ നാം നീതീകരിക്കപ്പെട്ടവരായി തീർന്നു. ഹല്ലേലൂയ. എഫെസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് the blood of Jesus Christ, യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ നീതിമാന്മാരാക്കുന്നു എന്നാണ്. സോ ദൈവത്തിൻ്റെ നീതി നമ്മിലാക്കേണ്ടതിന് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിച്ച് we are made righteous before God. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ നീതിയുള്ളവരാക്കി മാറ്റി. റൈച്ചസ്നെസ് എന്ന വാക്ക്, ആമേൻ, കോടതിയുമായി ബന്ധപ്പെട്ടതാണ്. കോടതിയിൽ ഒരാളെ അക്വിറ്റ് ചെയ്ത് അയാളുടെ കുറ്റമില്ലാത്തവനായി നീതിമാനായി ജഡ്ജി പ്രഖ്യാപിക്കുന്നത് പോലെ when we trust in Jesus Christ, when we believe that I am a sinner and I need a savior, Jesus Christ is the only savior. When you believe that, when you confess it with your mouth, miraculous things begin to happen. The first
thing is you will become God's righteousness. നിങ്ങൾ ദൈവത്തിൻ്റെ നീതിയായി മാറുന്ന അപൂർവ വിഷയങ്ങളുണ്ടാകും. പാപമറിയാത്ത ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി പാപയാഗമാക്കി തീർത്തത് ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ് യേശുവിനെ സ്വീകരിച്ച് നാം നീതിയുള്ളവരായി, നമ്മുടെ സ്വയനീതിക്ക് ഇനി നമ്മിൽ സ്ഥാനമില്ല, നമ്മുടെ മതപരമായ നീതിക്ക് നമ്മളിൽ സ്ഥാനമില്ല, നമ്മുടെ മാനുഷികമായ നീതിക്ക് നമ്മുടെ മുമ്പിൽ സ്ഥാനമില്ല, യാതൊന്നിനും സ്ഥാനമില്ലാതെ വണ്ണം ദൈവത്തിൻ്റെ നീതിയായ ദൈവത്തിൻ്റെ പുത്രനെ സ്വീകരിച്ച് നാം നീതിമാന്മാരാകണം. നീതിമാന്മാരാകുക മാത്രമല്ല, ആ നീതിയിൽ നമ്മൾ ജീവിക്കണം. പ്രവൃത്തി കൊണ്ട് നമ്മൾ നീതിമാന്മാരാകുന്നില്ല, കർത്താവിൻ്റെ കാൽവറി ക്രൂശിലെ വിശ്വാസത്താൽ മാത്രമാണ്. എന്നാൽ അങ്ങനെ നീതീകരിക്കപ്പെട്ടവർ നീതി ഫലം നിറഞ്ഞവരായി മാറണമെന്നാണ് വചനം പറയുന്നത്. ഓരോ ദിവസം തോറും നീതിയുടെ ഫലം, ദ ഫ്രൂട്ട്ഫുൾനെസ് ഓഫ് റൈറ്റ്യസ്നെസ്, നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുള്ളായി ജീവിക്കാൻ, അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ ഓരോ ദിവസവും നീതി ഫലം നിറഞ്ഞവരായി മാറണം. അങ്ങനെ നീതി ഫലം നിറഞ്ഞവനായി മാറിയ ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിലെ ഒടുവിലത്തെ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. 2 തിമോത്തി 2 തിമോത്തിയോസ് 4-ാം അധ്യായം 7-ാം വാക്യവും 8-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗവും. ഇത് പൗലോസ് ശ്ലീഹായുടെ ഏറ്റവും ഒടുവിലത്തെ വാക്കുകളായിട്ടാണ് വേദപുസ്തക വിദ്യാർത്ഥികൾ കരുതുന്നത്. വചനമെങ്ങനെയാണ്? ആമേൻ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പൗലോസിൻ്റെ ഒടുവിലത്തെ വാക്കുകളാണ്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ റേസ്. തൻ്റെ ശുശ്രൂഷ, ദൈവം തനിക്ക് വെച്ചിരുന്ന തൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ താൻ പറഞ്ഞു, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ റേസ്, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, ഇനിയും നീതിയുടെ കിരീടം ദൈവം എനിക്കായി വെച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെട്ട് അനുദിനം നീതിഫലം നിറഞ്ഞവരായി വസിക്കുന്ന ഒരു ദൈവ പൈതലിന്, ആമേൻ, ദ ക്രൗൺ ഓഫ് റൈറ്റ്യസ്നെസ് God has in his storehouse a crown of righteousness for you if you live righteously. നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരായി ജീവിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ആ വഴിയിലൂടെ ജീവിക്കുന്നെങ്കിൽ നീതിയുടെ കിരീടം നിങ്ങൾക്കായി ദൈവം വെച്ചിട്ടുണ്ട്. പൗലോസ് പറയുകയാണ്, അത് എനിക്ക് മാത്രമല്ല, തൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച സകല മനുഷ്യർക്കും ദൈവം ആ നീതിയുടെ കിരീടം നൽകും. നമുക്ക് സ്വയനീതി ഇന്ന് പകൽക്കാലം മാറ്റിവെക്കാം. ഐ എം നോട്ട് എ റൈച്ചസ് പേഴ്സൺ, but since God has imputed my unrighteousness upon Jesus Christ, കർത്താവിൽ, യേശുവിൽ, കാൽവറിയിൽ, ആമേൻ, എൻ്റെ അനീതിയെ, എൻ്റെ അൺറൈച്ചസ്നെ എൻ്റെ കർത്താവ്, ആമേൻ, കർത്താവിലേക്ക് കൈമാറ്റം ചെയ്തതിനാൽ തിരിച്ചെനിക്ക് കിട്ടിയത്, ആമേൻ, ഇൻ എക്സ്ചേഞ്ച് ഐ റിസീവ്ഡ് ഗോഡ്സ് റൈച്ചസ്നെസ്, ദൈവത്തിൻ്റെ നീതി. എൻ്റെ അനീതിയെ ക്രിസ്തുവിലേക്ക് കൈമാറിയപ്പോൾ കാൽവറിയിൽ എനിക്ക് ദൈവത്തിൻ്റെ നീതിയെ ദൈവം നൽകി. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തുതി കൊടുക്കണം. ഈ ശുശ്രൂഷയിൽ ആ വിശ്വാസത്തിലേക്ക് പരിശുദ്ധ റൂഹ നിങ്ങളെ നയിക്കണം. അങ്ങനെ നീതീകരിക്കപ്പെട്ടവർ നീതി ഫലം നിറഞ്ഞവരായി മുന്നോട്ട് പോകുമ്പോൾ നീതിയുടെ കിരീടം ദൈവം നിങ്ങൾക്കായി കാത്തുവെച്ചിരിക്കുന്നു. ദൈവത്തെ ആരാധിക്കാം, സ്തുതിക്കാം. സാംസ് നമ്പർ 7:17, ഞാൻ യഹോവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും. അവർ ഗോഡ് ഈസ് എ റൈച്ചസ് ഗോഡ്. ലെറ്റ്സ് worship and praise God because he has made his son unrighteous for us so that we can become righteous people. നമുക്ക് നീതിയുള്ളവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ അതിന് പകരമായി, അതിന് ഞങ്ങൾക്ക് ആ നീതിയായി തീരേണ്ടതിന് ആരുമില്ല എന്ന് പറഞ്ഞു
ഇടത്ത് കർത്താവിൽ വിശ്വസിക്കുന്ന, അങ്ങയുടെ പുത്രനിൽ വിശ്വസിക്കുന്ന വ്യക്തി നീതിമാനായി തീരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പുത്രൻ്റെ രക്തത്താൽ ഞങ്ങളെ നീതീകരിച്ച സ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം. അങ്ങനെ നീതീകരിക്കപ്പെട്ട ഞങ്ങൾ നീതി ഫലം നിറഞ്ഞവരായി വർദ്ധിച്ചു വളരുവാനിടയാക്കണം. ഒരു ദിവസം ഞങ്ങളുടെ കർത്താവ് പ്രത്യക്ഷനായി തൻ്റെ പ്രത്യക്ഷത്തിൽ കാത്തിരിക്കുന്ന സകലർക്കും നീതിയുടെ കിരീടത്തിനായി അവിടുന്ന് ഒരു ദിവസം ഒരുക്കിയിരിക്കാൻ സ്തോത്രം. ആ നീതിക്കായി ഞങ്ങളെ തന്നെ ഒരുക്കണമേ. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിറയപ്പെടും എന്ന കർത്താവിൻ്റെ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു ഇന്ന് പകൽക്കാലം. ആമേൻ. ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി ഹങ്കർ ആൻഡ് തേഴ്സ്റ്റി, ആ നിലവാരത്തിൽ ആമേൻ നീതിക്കായി വിശന്ന് ദാഹിക്കുന്നതായ ഒരു അനുഭവത്താൽ ഞങ്ങളെ നിറയ്ക്കണം. അങ്ങയുടെ ജനങ്ങളെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥനയിൽ ഓർപ്പിച്ചതുപോലെ മാത്യു 5:6 ആമേൻ, നമ്മുടെ കർത്താവ് പറയുകയാണ്, ബ്ലെസ്സഡ് ആർ ദോസ് ഹു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ റൈച്ചസ്നെസ്, ഫോർ ദേ വിൽ ബി ഫിൽഡ്. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ നീതിക്കായി ദാഹത്തോടെ കാത്തിരിക്കാം. കർത്താവ് ഇന്ന് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയുടെ ദിനങ്ങൾ നിങ്ങൾക്കൊരു വലിയ ബ്ലെസ്സിങ് ആയി, നീതിഫലം നിറഞ്ഞവരായിത്തീരുന്ന ദിവസങ്ങളായി തീരുവാൻ സ്വർഗമിടയാക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.